സക്സസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ 5 ഇയർ പ്ലാൻസ് ആയിരുന്നു 5 5 ഇയർ പ്ലാൻസ് ആയിരുന്നു പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത 6 എണ്ണമാണ് കേട്ടോ. 6 മുതൽ 12 വരെയുള്ള 5 ഇയർ പ്ലാൻസ് ആണ്. റോളിംഗ് പ്ലാൻ നമുക്കറിയാം. 5th 5 ഇയർ പ്ലാൻ കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, സെൻറ്ററിൽ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഒക്കെ വന്ന് പാർട്ടികൾ, അതായത് ഭരിക്കുന്ന ആളുകളുടെ ഗവൺമെൻറ്റിൻ്റെ ചേഞ്ചസ് വന്നു. അപ്പോൾ ആ ചേഞ്ചസ് വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ റോളിംഗ് പ്ലാൻ വന്നത്. അതെങ്ങനെയാണ്? 78 മുതൽ 80 വരെയുള്ള കാലഘട്ടങ്ങളാണ് നമ്മൾ ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ്? ജനതാ ഗവൺമെൻറ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു? 5th 5 ഇയർ പ്ലാൻ ടെർമിനേറ്റ് ചെയ്തു. അതായത് അത് ഏകദേശം തീരാറായപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ഗവൺമെൻറ്റിൻ്റെ ചേഞ്ച് പെട്ടെന്ന് പിന്നീട് ഉണ്ടായി, പൊളിറ്റിക്കൽ ക്രൈസിസ് കാരണം. അങ്ങനെ എന്ത് ചെയ്തു? അവർ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരൊരു എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പുതിയ 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ന്യൂ 5 ഇയർ പ്ലാൻ എന്ത് ചെയ്തു? അവർ അബാൻഡൻ ചെയ്തു. 6th പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പുതിയൊരു പ്ലാൻ ഫോം ചെയ്ത് വെച്ചിരുന്നു. 5th പ്ലാൻ കളഞ്ഞ് അവർ 6th പ്ലാൻ ആയിരുന്നു അവർ ഫോമുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ആ ഫോമുലേറ്റ് ചെയ്ത പ്ലാൻ എന്ത് ചെയ്തു? ആ ജനതാ ഗവൺമെൻറ് ആ പ്ലാൻ അബാൻഡൻ ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ടൊരു 6th പ്ലാൻ തുടങ്ങി. പക്ഷേ വീണ്ടും പൊളിറ്റിക്കൽ ക്രൈസിസ് വന്നു. വീണ്ടും എന്ത് ചെയ്തു? അധികാരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി തന്നെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ആ കോൺഗ്രസ്സുകാർ അവർ ജനതാ പാർട്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയ ആ ഒരു 6th 5 ഇയർ പ്ലാൻ വീണ്ടും അബാൻഡൻ ചെയ്ത് അവരൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു 5 ഇയർ പ്ലാൻ തുടങ്ങി. അതാണ് ഇനി അടുത്ത വരുന്നത് 6th 5 ഇയർ പ്ലാൻ. എങ്ങനെയാണ് അതിൻ്റെ വർഷം വരുന്നത്? 80 മുതൽ 85 വരെയാണ് അതിൻ്റെ വർഷം വരുന്നത്. അത് നമുക്ക് ഗെയിൽ എന്ന് പഠിക്കാം. ഗെയിൽ ആദ്യം ജി എന്താണ്? ജി സ്റ്റാൻഡ് ഫോർ ഗരീബി ഹട്ടാവോ. നമുക്കറിയാം, അതൊരു ഹിന്ദി വേർഡാണ് അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? റിമൂവ് പോവേർട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് നമ്മുടെ മെയിൻ എയിം ആയിരുന്നു റിമൂവ് പോവേർട്ടി എന്നുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ദാരിദ്ര്യം തുടച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അടുത്തത് വരുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അത് നമുക്ക് ആദ്യം മുതലേ നമ്മുടെ എയിംസിൽ ഉണ്ട് അല്ലേ. ആ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എയിംസിൽ ഒന്ന് അത് തന്നെയാണ്. അടുത്ത വരുന്നത് ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ. അതും നമ്മുടെ എയിം തന്നെയായിരുന്നു. പിന്നെ വരുന്ന ലോക്കൽ ഡെവലപ്മെൻറ്റ് സ്കീംസ്, അതായത് ചെറിയ ചെറിയ താഴെത്തട്ടിലുള്ള സർവീസുകൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ഡെവലപ്മെൻറ്റ് സ്കീം, ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക എന്നുള്ളതൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു മുഖ്യമായിട്ടുള്ളൊരു ലക്ഷ്യം. അടുത്തത് വരുന്നതാണ് 7th 5 ഇയർ പ്ലാൻ. അതെന്താണ്? 85 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലാണ് 7th 5 ഇയർ പ്ലാൻ നടക്കുന്നത്. അതിൽ നമ്മൾ EFJH എന്ന് പഠിക്കാം. എന്താണ്? എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആദ്യത്തെ എയിമായിരുന്നു. അതായത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ജനറേറ്റ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, തൊഴിൽ കൊടുക്കുക എന്നുള്ളത്. പിന്നെ വരുന്ന ഫുഡ് ഗെയിൻ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യുക എന്നുള്ളത്, അതും ഈ ഒരു ഇതിൻ്റെ എയിമായിരുന്നു. പിന്നെ ആ ഡബിൾ ചെയ്യുകയും ചെയ്തു. അതാണ് നമ്മൾ വാസ് ഡബിൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് ജവഹർ റോസ്ഗർ യോജന. നമ്മൾ എന്താണ് JRY? അതായത് റൂറൽ പുവർ ആയിട്ടുള്ള, അതായത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് ജോലിയും കൂലിയും കൊടുക്കുന്ന ഒരു പ്രത്യേക, അതിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു ജവഹർ റോസ്ഗർ യോജന. അതും ഈ 7th 5 ഇയർ പ്ലാനിൽ വന്നതാണ്. അടുത്തത് വന്ന ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. അതും ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു എയിമായിരുന്നു. അപ്പോൾ EFJH. അടുത്തത് വരുന്നത് 8th 5 ഇയർ പ്ലാൻ. അപ്പോൾ നമ്മൾ 8th പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൊണ്ടുണ്ട്. 7th 5 ഇയർ പ്ലാൻ നടന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് അതിനുശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കാരണം നമുക്ക് പെട്ടെന്നൊരു 5 ഇയർ പ്ലാൻ ഫോം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ആ ഒരു പുതിയൊരു 5 ഇയർ പ്ലാൻ ഫോമുലേറ്റ് ചെയ്യാനെടുത്ത ആ ഒരു സമയത്തെ നമ്മളൊരു പേര് പറയും. എന്താണത്? 2 ആനുവൽ പ്ലാൻ. അതായത് 90 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 ആനുവൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ 2 ആനുവൽ പ്ലാനിൽ നമ്മൾ നിന്ന് ഒരു പുതിയ ഫ്രഷ് പ്ലാൻ നമ്മൾ ലോഞ്ച് ചെയ്തു. അതാണ് നമ്മൾ 8th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. 8th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ നമുക്കറിയാം 92 മുതൽ 97 വരെയാണ് 8th 5 ഇയർ പ്ലാൻ. ആ 5 ഇയേഴ്സാണ് 8th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്.
ഇനി എന്താണ് നമ്മൾ നേരത്തെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ, എക്കണോമിക് പ്ലാനിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജീസ്. അതിലൊരു സ്ട്രാറ്റജിയാണ് 8th 5 Year പ്ലാനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് സ്ട്രാറ്റജിയാണ്? LPG സ്ട്രാറ്റജി. എന്താണ് LPG സ്ട്രാറ്റജി? L സ്റ്റാൻഡ് ഫോർ ലിബറലൈസേഷൻ, P ഫോർ പ്രൈവറ്റൈസേഷൻ ആൻഡ് G ഫോർ ഗ്ലോബലൈസേഷൻ. ഇത് മൂന്നെണ്ണമാണ് നമ്മളെ LPG സ്ട്രാറ്റജിയാണ് നമ്മൾ 8th 5 Year പ്ലാനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ്? നമ്മുടെ രാജ്യത്തെ ഒരു ഇൻ്റർനാഷണലി ഒന്ന് ബന്ധപ്പെടുത്തുക, ഒരു റിലേഷൻസ് ഉണ്ടാക്കുക നമ്മുടെ രാജ്യത്തിന്. പിന്നെന്താ, പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടലുകൾ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ കൂട്ടുക എല്ലാ സെക്ടേഴ്സിലും. പിന്നെ വരുന്നത് ഗവൺമെൻറ് കൺട്രോൾ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്യുക ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ. പബ്ലിക് സെക്ടറിൽ നിന്നാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ആക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയകളൊക്കെയാണ് ഇതിൽ മെയിനായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ, അതായത് LPG സ്ട്രാറ്റജിയാണ് ഈ 8th 5 Year പ്ലാനിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഇനി അടുത്തത് വരുന്നത് 9th 5 Year പ്ലാൻ. 97 മുതൽ 2002 വരെയാണ് നമ്മൾ 9th 5 Year പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ GESP എന്ന് പഠിക്കാം. എന്താണ് G? ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് ആൻഡ് ഈക്വിറ്റി. എന്താ, നമുക്ക് വെറുതെ വളർന്നാൽ പോരല്ലേ, നീതിപരമായിട്ട് വളരണം. എല്ലാ മേഖലകളിലും എല്ലാവർക്കും തന്നെ നീതി ലഭ്യമാക്കുക, തുല്യത, എല്ലാ ജോലി ചെയ്യുന്നവർക്കും ഒരേപോലെ കാണുക, അവർക്ക് തുല്യത ഉണ്ടാക്കുക, അതാണ്. അടുത്തത് എംപ്ലോയ്മെൻറ്റ് ഫോർ വുമൺ, SCs ആൻഡ് STs. എന്താ, അതായത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ SC ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബ്സിലൊക്കെ ഉള്ളവർക്കും അവർക്ക് എന്താ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത്. അടുത്ത് വരുന്ന 7 മിനിമം സർവീസസ്. എന്തൊക്കെയാണ് ഈ 7 മിനിമം സർവീസസിൽ വരുന്നത്? സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ന്യൂട്രീഷൻ, ഹെൽത്ത്, ഫുഡ് സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, അതെല്ലാം ഇതിൽ പെടുന്ന കാര്യമാണ്. ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ 7 മിനിമം സർവീസസിൽ വരുന്നത്. അടുത്ത് വരുന്ന P വരുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തു, പ്രൈമറി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതൊക്കെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിംസ് ആയിരുന്നു. അടുത്തത് N എന്താണ്? ന്യൂട്രീഷൻ സെക്യൂരിറ്റിയാണ് അടുത്ത N വരുന്നത്. എന്താണ്? എല്ലാവർക്കും പോഷകം ലഭ്യമാകുക, പോഷകാഹാരങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം വരുന്നത്. ഇനി വരുന്ന 10th 5 Year പ്ലാൻ. 3 കാര്യങ്ങളുള്ളൂ. എന്താ? RSS. എന്താ അതിൽ? റൂറൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ജസ്റ്റിസ്, സെൽഫ് റിലയൻസ്. നമുക്ക് ഈ സെൽഫ് റിലയൻസ് നമുക്കറിയാം, 3ാമത്തെ 5 Year പ്ലാൻ മുതലേ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഘടകമായിരുന്നു, ഒരു എയിമായിരുന്നു അല്ലേ. അതാണ് സെൽഫ് റിലയൻസ്. പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ഉള്ള 9th 5 Year പ്ലാനിലും പറഞ്ഞിരുന്നു, ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് എന്ന്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു അടുത്തൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 10th 5 Year പ്ലാൻ. എന്താണ്? RSS. ഇനി അടുത്തത് വരുന്നത് 11th 5 Year പ്ലാനാണ്. 11th 5 Year പ്ലാൻ്റെ എങ്ങനെയാണ് ഇയർ വരുന്നത്? 2007 to 2012 ആണ് വരുന്നത്. 2007 മുതൽ 2012 വരെയാണ് 11th 5 Year പ്ലാൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി എന്താണ്? നമ്മൾ FI ഒരുമിച്ച് പഠിക്കുക. FI എന്താണ്? ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. എന്താണ് ഈ ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്? നമ്മൾ വേഗത്തിൽ വളരണം, വേഗത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ട് വളരുക എന്നുള്ളതാണ് ആ ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? റൂറൽ ജോബ്സ്, ഗ്രാമങ്ങളിലുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ കണ്ടിന്യൂഷനാണ്, അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്മൾ എയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്നത് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പിന്നെ H വരുന്നത് ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഹെൽത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് 11th 5 Year പ്ലാൻ. ഇനി അടുത്തത് വരുന്നത് 12th 5 Year പ്ലാൻ. അതാണ് ലാസ്റ്റത്തെ 5 Year പ്ലാൻ എന്ന് പറയുന്നത്. എന്നാണ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്? 2012 തൊട്ട് 2017 വരെയാണ് അതിൻ്റെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ FI? മറ്റേതിലെ FI നമുക്ക് ഇവിടെ ഉണ്ട്. എന്താണ്? ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ്. അത് ഓൾറെഡി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് 11th നിന്ന്. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ വെറുതെ വളർന്ന് ഈ ഒരു വർഷം വളർന്ന് അല്ലെങ്കിൽ ഈ ഒരു 5 വർഷം വളർന്നിട്ട് കാര്യമില്ല. നമ്മളത് ആ വളർച്ചയെന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിരിക്കണം അല്ലേ. ആ വളർച്ച എപ്പോഴും സുസ്ഥിരമായിരിക്കണം. അപ്പോൾ ആ സ്ഥിരമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതും നമ്മുടെ എയിമായിരുന്നു, അതായത് സ്ഥിരമായിട്ടുള്ളൊരു വളർച്ച.
ഈ എന്താ ഇലക്ട്രിസിറ്റി ടു വില്ലേജസ്, എല്ലാ ഗ്രാമങ്ങളിലും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. എന്താണ് റോഡ്സ് ഫോർ വില്ലേജസ്, പല വില്ലേജസും വെതർ റോഡ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇനി ബി എന്താ ബാങ്കിങ് സർവീസസ് ടു ഹൗസ് ഹോൾഡ്, ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 12th 5 ഇയർ പ്ലാനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ 12 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഈ ഷോർട്ടായിട്ടുള്ള ഇതായതുകൊണ്ട് നമുക്ക് വേഗമായിട്ട് ക്യാച്ചിങ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരേക്കും താങ്ക് യു.